ഓറഞ്ച് ക്യാപ്പിന് വേണ്ടി മാത്രം കളിക്കുന്നവൻ, സ്വാർത്ഥൻ, തണുപ്പൻ, അനധികൃതമായ ടീമിൽ ഇങ്ങനെ അവസരം ലഭിക്കുന്നവൻ, ഒരുപാട് പന്തുകൾ ഇങ്ങനെ മുട്ടിയിട്ടുകൊണ്ട് തൻ്റെ ടീമിനെ പ്രതിരോധത്തിലേക്ക് ആക്കി മാറ്റുന്നവൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും വിമർശിക്കാറുണ്ട് കണ്ണൂർ ലോകേഷ് രാഹുൽ എന്ന KL രാഹുലിനെ. പക്ഷേ അതിനൊക്കെയുള്ള ഉത്തരമായിരുന്നു RCBക്കെതിരെ ഇന്ന് അദ്ദേഹം കാഴ്ചവെച്ചത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ KL രാഹുൽ ടീമിനെ തകർച്ചയിൽ നിന്നും ഒറ്റക്ക് നയിച്ചുകൊണ്ട് 93 റൺസ് നേടിക്കൊണ്ട് വിജയലക്ഷ്യം പൂർത്തിയാക്കുകയായിരുന്നു. രാഹുലിനെ നമുക്കറിയാം, ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം പല കാലങ്ങളിലായി നേരിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഓറഞ്ച് ക്യാപ്പിന് വേണ്ടി മാത്രം കളിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പന്തുകൾ മുട്ടിയിട്ടുകൊണ്ട് തൻ്റെ ടീമിനെ മൊത്തത്തിലങ്ങ് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തനിക്ക് വേണ്ടി സെൽഫിഷായി കളിക്കുന്ന കളിക്കാരൻ എന്നുള്ള ആ ഒരു ടാഗ്. ശരിക്കും അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ തന്നെ തീർച്ചയായും അങ്ങനെ തന്നെ കളിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം അദ്ദേഹം വിമർശിക്കപ്പെടുമായിരുന്നില്ല. പക്ഷേ KL രാഹുൽ, അദ്ദേഹത്തിന് സിക്സർ അടിക്കാനുള്ള കഴിവുണ്ട്, അതിവേഗം ഒരു 40കളിൽ സെഞ്ചുറി അടിക്കാനുള്ള കഴിവുണ്ട്, അതിവേഗം റൺസ് ഉയർത്താനുള്ള സിക്സറുകളും ബൗണ്ടറികളും യഥേഷ്ടം അടിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരുപാട് പന്തുകൾ ഇങ്ങനെ മുട്ടിയിടുന്നത് കാണുമ്പോഴാണ്, തൻ്റെ പ്രതിഭ മറന്നുകൊണ്ട് മുട്ടിയിടുന്നത് കാണുമ്പോഴാണ് ഇങ്ങനെ ആരോപണങ്ങൾ, സ്വാർത്ഥൻ അല്ലെങ്കിൽ അനധികൃതമായ ടീമിൽ അവസരം ലഭിക്കുന്നവൻ, അങ്ങനെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഓറഞ്ച് ക്യാപ്പിന് വേണ്ടി മാത്രം കളിക്കുന്ന താരം എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. മുമ്പ് അദ്ദേഹം പഞ്ചാബിലായിരുന്നപ്പോഴും ലക്നൌവിലായിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുട്ടിയിട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ യാതൊരു ഇൻറ്റൻഷനും കാണിക്കാതെ പന്തുകൾ ഇങ്ങനെ മുട്ടിയിട്ടുകൊണ്ടുള്ള ആ ഒരു ബാറ്റിങ്ങിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻസി മെറ്റീരിയലേ അല്ല അദ്ദേഹം എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ലക്നൌവിൻ്റെ നായകനായിരുന്നു KL രാഹുൽ. ആ സമയത്ത് ലക്നൌവിൻ്റെ ഉടമയായ സഞ്ജീവ് ഗോയങ്ക തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് തൻ്റെ ക്യാപ്റ്റനെ ശാസിച്ച ചരിത്രം കൂടിയുണ്ട്. കാരണം ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ ബാറ്റിംഗ് ഇറങ്ങുന്ന KL രാഹുൽ ഒരുപാട് പന്തുകൾ, T20 ആണ് മത്സരം എന്ന് ഓർക്കണം, 20 പന്തുകളിൽ 20 റൺസ് നേടുന്നു, അല്ലെങ്കിൽ 18 പന്തുകളിൽ 20 റൺസ് നേടുന്നു എന്ന തരത്തിലുള്ള, അതായത് T20 കാലഘട്ടത്തിൽ T20ക്ക് ഒരിക്കലും യോജിക്കാത്ത ഇന്നിങ്സുകൾ ഒരുപാടായപ്പോൾ സഞ്ജീവ് ഗോയങ്കക്ക് തന്നെ ആ സമയത്ത് രാഹുലിനെ ശകാരിക്കേണ്ടി വന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ ഡൽഹിയിലേക്ക് വന്നതിന് ശേഷം മുതൽ രാഹുലിൻ്റെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ രാഹുൽ കാണിക്കുന്ന ഇൻറ്റൻഷൻ ഏറ്റവും പ്രധാനമാണ്. ഈ മത്സരം നമുക്കറിയാം, ഇത് തന്നെയായിരുന്നു ഒരു പക്ഷേ രാഹുൽ എല്ലാ കാലത്തും കാഴ്ചവെച്ചിരുന്ന ഇന്നിങ്സും. അതായത് ആദ്യ 50 പന്തുകൾ അല്ലെങ്കിൽ 40 പന്തുകളിൽ ഒരു 70 റൺസ് നേടുകയും അല്ലെങ്കിൽ 60-70 റൺസ് നേടുകയും അവസാന പന്തുകളിൽ ആഞ്ഞടിച്ചുകൊണ്ടുള്ള, അതായത് ഒരു ടീമിന് വേണ്ടി ഒരു നല്ലൊരു ടോട്ടൽ പടുത്തുയർത്തിയതിനു ശേഷം അവസാന നിമിഷങ്ങളിൽ ആഞ്ഞടിച്ചുകൊണ്ട് തൻ്റെ റൺ റേറ്റ് ഉയർത്തുന്ന ഒരു രാഹുലാണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. എപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും ഇതുപോലുള്ള ഇന്നിങ്സുകൾ തന്നെയായിരിക്കണം. പക്ഷെ പലപ്പോഴും കത്തിപ്പടരാൻ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് അദ്ദേഹം ഔട്ടാവുകയാണ് പതിവ്. അങ്ങനെയുള്ള കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും IPL കണ്ടിട്ടുള്ളത്. അതേ രാഹുൽ നമുക്കറിയാം, ഈ ഒരു ഇന്നിങ്സിൽ RCBക്കെതിരെയുള്ള ഈ ഒരു മത്സരത്തിൽ തുടക്കത്തിലെ 4 വിക്കറ്റുകൾ പോയപ്പോൾ ഒരറ്റത്ത് അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് RCBക്കും ഡൽഹിക്കും ഇടയിലുള്ള, RCBയുടെ വിജയത്തിന് ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കായി രാഹുൽ നിൽക്കുകയാണ്. ഇതേ രാഹുലിനെ തന്നെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ കത്തിപ്പടരുന്നതിന് മുമ്പ് അദ്ദേഹം ഔട്ടാകുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും പഞ്ചാബിലായിരുന്നപ്പോഴും അതുപോലെ ഇന്ത്യൻ ജേഴ്സിയിലും അതിനൊപ്പം ലക്നൌവിൻ്റെ ജേഴ്സിയിലും ഒക്കെ ഇങ്ങനെ രാഹുൽ പുറത്താവും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ടീമിനെ വിജയിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ പവലിയനിലേക്ക് മടങ്ങുകയുള്ളൂ എന്ന ഒരു നോട്ടവുമായി അല്ലെങ്കിൽ എന്ന ഒരു മുഖഭാവവുമായി, ആറ്റിറ്റ്യൂഡുമായി നിൽക്കുന്ന ഒരു KL രാഹുലിനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. പലപ്പോഴും ഇത്രത്തോളം വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ട ആവശ്യമുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും പ്രധാനമാണ്. പലപ്പോഴും അദ്ദേഹത്തെ വളരെ വലിയ രീതിയിൽ തന്നെ ട്രോൾ ചെയ്യാറുണ്ട് നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾ. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകൾ, അതിനൊപ്പം തന്നെ രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടുകളും. അതുപോലെ മാസിന് വേണ്ട ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മാസ് ഷോട്ടുകളുമായി കളം നിറയുകയും ചെയ്തിട്ടുണ്ട്. KL രാഹുൽ നമുക്കറിയാം, ഗ്രൗണ്ടിലെ ഒരു മാന്യനായ കളിക്കാരൻ കൂടിയാണ് KL രാഹുൽ. മുമ്പ് വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും 2 സീസൺ മുമ്പ്, ഗൗതം ഗംഭീർ കോച്ചായിരുന്ന സമയത്ത്, വിരാട് കോഹ്ലി RCBയുടെ നായകനായിരുന്ന സമയത്ത് ഇരു താരങ്ങളും തമ്മിൽ മുമ്പ് ഗ്രൗണ്ടിൽ വെച്ച് സംഘർഷമുണ്ടായപ്പോൾ ആ സമയത്ത് KL രാഹുൽ വന്ന് ഇരുവരെയും മാറ്റി നിർത്തി ആശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനൊരു ഫൈറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി അവർക്കിടയിലേക്ക് ചാടി വീണുകൊണ്ട് ഇരുവരെയും മാറ്റി നിർത്തുന്ന രാഹുലിൻ്റെ ആ ഒരു സ്വഭാവം, ആ ഒരു രീതി നമ്മൾ പലപ്പോഴും ആ സമയത്ത് ശ്ലാഘിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രൗണ്ടിന് പുറത്തും വളരെ മാന്യമായ രീതിയിൽ ഇടപെടുന്ന താരമാണ് KL രാഹുൽ. KL രാഹുലിനെ കുറിച്ച് പറയുമ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് വലിയ ഇടിമുഴക്കത്തോടു കൂടിയായിരുന്നു. അദ്ദേഹം കളിച്ച 2ാമത്തെ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടി, അതുപോലെ തന്നെ അരങ്ങേറ്റ ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ താരമാണ്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും, T20യിലും ഏകദിനത്തിലും ടെസ്റ്റിലും, ഈ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന 3ാമത്തെ താരമായിരുന്നു ഒരു ഘട്ടത്തിൽ KL രാഹുൽ. അദ്ദേഹം ആ സമയത്ത് ടെസ്റ്റ് ടീമിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു, ഏകദിന ടീമിലും സ്ഥിര സാന്നിധ്യമായിരുന്നു, T20 ടീമിലും സ്ഥിര സാന്നിധ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചരിത്രം ഒരു 5-8 വർഷം മുമ്പ് KL രാഹുലിനുണ്ട്.
അപ്പോൾ രാഹുലിൻ്റെ പ്രതിഭ നമ്മൾ ആ സമയത്തും ഈ സമയത്തുമൊക്കെ ആവോളം കണ്ടിട്ടുണ്ട്. KL ലോകേഷിൻ്റെയും രാജേശ്വരിയുടെയും മകനായി 92-ലാണ് KL രാഹുൽ ജനിച്ചത്. ആ സമയത്ത് വളരെ രസകരമായൊരു കാര്യമുണ്ട്, രസകരമായൊരു കൗതുകം നിറഞ്ഞ ഒരു പേരിടൽ ചടങ്ങ് കൂടിയുണ്ട്. ആ സമയത്ത് സുനിൽ ഗവാസ്കറുടെ കടുത്ത ആരാധകനായിരുന്നു KL രാഹുലിൻ്റെ പിതാവായ KN ലോകേഷ്. അദ്ദേഹം തീരുമാനിക്കുന്നു, എൻ്റെ മകന് സുനിൽ ഗവാസ്കർ തൻ്റെ മകന് ഏത് പേരാണോ ഇട്ടിരിക്കുന്നത് അതേ പേര് തന്നെ താൻ ഇടും എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ തൻ്റെ മകന് രാഹുൽ എന്ന പേരിടുന്നു, KL രാഹുൽ എന്ന പേരിടുന്നു, കന്നൂർ ലോകേഷ് രാഹുൽ. പക്ഷേ യഥാർത്ഥത്തിൽ ലോകേഷിന് KL രാഹുലിൻ്റെ അച്ഛന് ആ പേര് മാറിപ്പോവുകയായിരുന്നു. സുനിൽ ഗവാസ്കർ തൻ്റെ മകനിട്ട് നിന്ന പേര് രോഹൻ എന്നായിരുന്നു. നമുക്കറിയാം 90കളുടെ അവസാനം ഇന്ത്യൻ ക്രിക്കറ്റിൽ അരങ്ങേറിയ താരമായിരുന്നു രോഹൻ ഗവാസ്കർ. അപ്പോൾ രോഹൻ എന്നാണ് സുനിൽ ഗവാസ്കർ തൻ്റെ മകന് പേരിട്ടത് എന്നറിയാതെ അദ്ദേഹം കരുതിയിരുന്നത് രാഹുൽ എന്നാണ് സുനിൽ ഗവാസ്കർ തൻ്റെ മകന് പേരിട്ടത് എന്നാണ്. അപ്പോൾ സുനിൽ ഗവാസ്കർ തൻ്റെ മകന് രോഹൻ എന്ന പേരിട്ടത് മാറിപ്പോയിക്കൊണ്ട് KL രാഹുൽ എന്ന പേര് തൻ്റെ മകനിടുകയായിരുന്നു KL രാഹുലിൻ്റെ പിതാവായ KN ലോകേഷ്, അതുപോലെ രാജേശ്വരി. അപ്പോൾ ആ ഒരു രാഹുൽ നമുക്കറിയാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ രീതിയിൽ തന്നെ ഇടിമുഴക്കത്തോടെ വരവറിയിച്ച KL രാഹുൽ ഇപ്പോൾ ഡൽഹി ജേഴ്സിയിൽ എത്തിയപ്പോൾ തിളങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലിയുടെ RCB അല്ലെങ്കിൽ ഫിൽ സാൾട്ടിൻ്റെ RCB, രജത് പട്ടിദാറിൻ്റെ RCB വളരെ മനോഹരമായാണ് ഈ മത്സരത്തിൽ തുടങ്ങിയത്. ആദ്യ 5 ഓവർ ആകുമ്പോഴേക്കും ഏതാണ്ട് 70-നടുത്ത് റൺസ് ഉണ്ടായിരുന്നു RCBക്ക്. ആ സമയത്ത് ഫിൽ സാൾട്ട് ഒരു ഓവറിൽ മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഒരു ഓവറിൽ 30 റൺസ് അടിച്ചുകൊണ്ട് വളരെ സ്ഫോടനാത്മകമായ ഒരു തുടക്കമാണ് നൽകിയിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം റൺഔട്ട് ആകുന്നു. അതിനുശേഷം തുടങ്ങുന്നു RCBയുടെ തകർച്ച. ഈ മത്സരത്തിൽ മറുപടി ബാറ്റിങ്ങിലും തുടക്കത്തിൽ വിക്കറ്റുകൾ പോയെങ്കിലും KL രാഹുൽ, കന്നൂർ ലോകേഷ് രാഹുൽ പാറ പോലെ ഒരറ്റത്ത് നിന്നുകൊണ്ട് തൻ്റെ ടീമിനെ, ഡൽഹി ക്യാപിറ്റൽസിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. തീർച്ചയായും KL രാഹുലിന് അഭിമാനിക്കാം. കാരണം അദ്ദേഹം എപ്പോഴും ഇതുപോലെ അദ്ദേഹം ഒരുപാട് ട്രോളുകൾക്കിടയിൽ നിൽക്കുന്ന താരമാണ്. അദ്ദേഹത്തിൻ്റെ മെല്ലെപ്പോക്കുകളൊക്കെയും വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ ഈ IPL-ലേക്ക് വരുമ്പോൾ ലക്നൌവിൽ നിന്നും കഴിഞ്ഞ സീസണിൽ സഞ്ജീവ് ഗോയങ്കയുടെ ശകാര വാക്കുകൾ കേട്ടുകൊണ്ട് മനസ്സ് മടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് എത്തി നിൽക്കുന്ന KL രാഹുൽ ഇപ്പോൾ അവിടെ ടീമിൻ്റെ വിജയശില്പിയായി മാറിയിരിക്കുകയാണ്. KL രാഹുൽ സല്യൂട്ട്.